നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനെതിരായ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിട്ട് ഇഡി. ലോട്ടറിയിലൂടെ മാർട്ടിന് 15,000 കോടി രൂപയുടെ വിറ്റുവരവെന്ന് ഇഡി. ലോട്ടറി വിൽപ്പനയുടെ പേരിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നും ഇഡി പറഞ്ഞു. മാർട്ടിനുമായി ബന്ധപ്പെട്ട് 1000 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. DCC ട്രഷറർ NM വിജയന്റെ മരണം. 14 ബാങ്കുകളിൽ നിന്ന് വിവരം തേടിയതിന്റെ അടിസ്ഥാനത്തിൽ 2 ബാങ്കുകളിലായി വിജയന് 1 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ക്ഷേത്രാചാര വിഷയത്തിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ വിവാദത്തിനില്ലെന്നും ദേവസ്വം ബോർഡും തന്ത്രിമാരുമായി ആലോചിക്കട്ടെയെന്നും തീരുമാനം എല്ലാവരുമായി ചർച്ച ചെയ്ത് എടുക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധമുയർത്തിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ മികച്ച 2 സ്കൂളുകളെ അടുത്ത മേളയിൽ വിലക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ദേശീയ കായിക താരങ്ങളുടെ അടക്കം നിരവധി പ്രതിഭകളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ആവശ്യമുയരുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ മോശം ഫോമിലായിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ മാറ്റി നിർത്തിയാണ് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ 5ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മാച്ച് കളിക്കാൻ ടീം ഇന്ത്യ ഇറങ്ങിയത്. രോഹിത്തിന്റെ അഭാവത്തിൽ ശുഭ്മാൻ ഗിൽ ആദ്യ 11-ൽ തിരിച്ചെത്തി. രോഹിത്തിന് പകരം ബുംറയാണ് ടീമിനെ നയിക്കുന്നത്.